അതിരപ്പള്ളിയിൽ ചികിത്സ നൽകി മടക്കി അയച്ച കാട്ടാനയുടെ നില ഗുരുതരം. പുളിരാം തോട് ജനവാസ മേഖലയ്ക്ക് സമീപമാണ് ആന നിലവിലുള്ളതെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആനയ്ക്ക് വീണ്ടും ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ? ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച് സ്വീകരിക്കുന്ന തുടർ നടപടികൾ സംബന്ധിച്ച് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് എന്താണ്? അമൽ സുരേന്ദ്രൻ. അറിയിച്ചിട്ട് ഇന്നലെയാണ് എറണാകുളത്ത് നിന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസേഴ്സ് ഇവിടെ എത്തി ഈ ആനയെ പരിശോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആനയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെയും ആനയുടെ നില ഇതിലും ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേ നിലയിൽ തന്നെയാണ് ആന ഇപ്പോഴും തുടരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആനയെ നിരീക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേകം വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാലടി പ്ലാന്റേഷനിലെ എ ബ്ലോക്കിൽ നിന്നാണ് ആനയുടെ കാലിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പഴുപ്പും നീരും ഉള്ള നിലയിൽ ഈ ഒരു കാട്ടാനയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ചികിത്സകളെല്ലാം നൽകി വനം വകുപ്പ് കാട്ടിലേക്ക് ആനയെ തുറന്നു വിടുകയായിരുന്നു. പക്ഷേ പിന്നീടും ആനയുടെ നില ഇപ്പോൾ വീണ്ടും ഗുരുതരമാവുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോഴും കാലിൽ പഴുപ്പും നീരും തുടരുന്നുണ്ട്. ആനയ്ക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിലവിൽ ഭക്ഷണത്തിലൂടെയാണ് മരുന്ന് ആനയുടെ ശരീരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആനയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇടപെട്ട നേരങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നുണ്ട്. കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുൻപാണ് മസ്തകത്തിൽ മുറിവേറ്റ ഒരു ആനയെ അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടുകയും പിന്നീട് കോടനാട്ട് കൊണ്ടുപോയി ആ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമത്തിനിടയിൽ അത് ചെരിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിൽ മറ്റൊരു ആനയെ കൂടിയാണ് കാലിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഈ ആന ഉള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോഴും ജാഗരൂകരായി തന്നെ തുടരുകയാണ്. ടി കെ അമൽ, നേരത്തെ ചികിത്സ നൽകി വിട്ടയച്ചതാണ്, പക്ഷേ അതിന് ഫലമുണ്ടായില്ല എന്നുള്ളതാണ് പുതിയ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏറെ അവശനായ നിലയിലാണ് ആനയുള്ളത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്? പിടികൂടി ചികിത്സ നൽകുക എന്നുള്ളതൊക്കെ ഈ ഘട്ടത്തിൽ സാധ്യമാണോ എന്നറിയില്ല. വനംവകുപ്പ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? അമൽ സുരേന്ദ്രൻ. ടി കെ, ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും ശ്രദ്ധാപൂർവമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഈ ആനയുടെ കാലിലെ മുറിവ് ഉണക്കുവാനുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആനയുടെ ഈ മുറിവ് ഗുരുതരമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ വട്ടവും ഇതിൽ മരുന്ന് വെച്ച് ആനയെ കാട്ടിലേക്ക് വിടുമ്പോൾ ആ ഒരു മുറിവ് ഉണങ്ങുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മുറിവ് കുറെ കൂടി വലുതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ മുറിവിൽ നിന്ന് പഴുപ്പും മറ്റും പുറത്തേക്ക് വമിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ് ഉള്ളത്. അതിനാൽ തന്നെ ആനയുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ മുറിവിൽ നിന്ന് വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയവും ഡോക്ടർമാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം നമുക്കറിയാവുന്നതാണ്, മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആ മസ്തകത്തിലെ മുറിവ് ആദ്യം ഒരു ചെറിയൊരു മുറിവായി അത് വന്ന് പിന്നീട് അതൊരു വലിയ ആഴത്തിലുള്ള ഒരു മുറിവായിട്ട് മസ്തകത്തിൽ രൂപപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയൊരു ഇൻഫെക്ഷനിലേക്ക് പോകാതെ ഈ ആനയ്ക്ക് മരുന്നുകൾ അതിൻ്റെ ഭക്ഷണത്തിന് നൽകുകയാണ് ഇപ്പോൾ ചെയ്തു പോരുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. പക്ഷേ ആനയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. നേരത്തെ ഉണ്ടായതിനേക്കാൾ വഷളായ നിലയിലാണ് ആരോഗ്യനില എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തുടർന്ന് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് നിരീക്ഷണത്തിന് ശേഷം തീരുമാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.